ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിറ്റാമിൻ ഫുഡ് ചാലഞ്ചിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഈ ഒരു 5 ദിവസം കൊണ്ട് ഒരുവിധ എല്ലാ വിറ്റമിൻസും അടങ്ങിയ റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 4 പാർട്ടിൻ്റെയും വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എല്ലാ വിറ്റമിൻസും മിനറൽസും അടങ്ങിയ ഒരു ഡിഷാണ്. ഇത് നമുക്ക് വേവിക്കാതെ പച്ചയ്ക്കും കഴിക്കാം, വേവിച്ചും കഴിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈക്രോ ഗ്രീൻസ് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. മണ്ണും ചകിരിച്ചോറും വളവുമില്ലാതെ മൈക്രോ ഗ്രീൻസ് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാനുള്ള 2 മെത്തേഡിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. മൈക്രോ ഗ്രീൻസ് തോരൻ ഉണ്ടാക്കാനായി ഞാൻ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ മൈക്രോ ഗ്രീൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മൈക്രോ ഗ്രീൻസ് മുഴുവനും നമ്മൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിക്കാതെ ഡയറക്റ്റ് സാലഡ്സിൽ ചേർത്തും കഴിക്കാം. അപ്പോൾ നമുക്കിന്ന് ഇത് വെച്ച് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കഷ്ണം സവാള ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അധിക നേരം അങ്ങ് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഒരു മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൈക്രോ ഗ്രീൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. മൈക്രോ ഗ്രീൻസ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മൈക്രോ ഗ്രീൻസ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്രയും കുക്ക് ആവണം എന്നില്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ ഇതുപോലെ വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. എന്നിട്ട് ആ ഇലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുട്ട നന്നായി ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു കൈപ്പിടി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മൈക്രോ ഗ്രീൻസ് തോരൻ റെഡിയായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഏത് ഇലക്കറികളെക്കാളും ടേസ്റ്റ് ഉണ്ട് ഈ മൈക്രോ ഗ്രീൻസ് കൊണ്ടുള്ള തോരന്. അതുപോലെ തന്നെ വളരെ പോഷക ഗുണമുള്ള ഒന്നാണ് ഈ മൈക്രോ ഗ്രീൻസ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു 5 ഡേയ്സ് വിറ്റാമിൻ ഫുഡ് ചലഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.